ാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത് ഏതൊക്കെ സ്കീമുകാർക്ക് അപ്ലിക്കബിൾ ആണ് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. 2024 സ്കീമിലെ എല്ലാ ഗ്രൂപ്പുകാർക്കും ഇത് അപ്ലിക്കബിൾ ആണ് കേട്ടോ ഈ ക്ലാസ്. പിന്നെ 2019 സ്കീമുകാർക്കും അപ്ലിക്കബിൾ ആണ്. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ ലിഥിയം അയോൺ സെൽ അല്ലെങ്കിൽ ലിഥിയം അയോൺ ബാറ്ററി എന്ന് പറയുന്നത് സെക്കൻഡറി സെല്ലുകളാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടാവും പ്രൈമറി സെല്ലുകൾ അതുപോലെ തന്നെ സെക്കൻഡറി സെല്ലും ഉണ്ട്. ഇപ്പോൾ സെക്കൻഡറി സെൽ എന്ന് പറഞ്ഞാൽ റീചാർജ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ റീയൂസ് ചെയ്യാൻ പറ്റുന്ന സെല്ലുകളാണ്. ഓക്കെ, നമുക്ക് ഓരോ പോയിന്റായിട്ട് നോക്കാം. സെക്കൻഡറി സെല്ലാണ്, റീചാർജബിൾ ആണ്, ഇതൊക്കെ നമുക്ക് അറിയുന്ന പോയിന്റ് ആണ്. പിന്നെയുള്ള എന്താണ്, ഇവിടെ നടക്കുന്ന പ്രോസസ്സ് ലിഥിയം അയോൺസ് ആണ് മെയിൻ ആയിട്ടുള്ള കോമ്പണന്റ്. ലിഥിയം അയോൺസ് മൂവ്സ് ബിറ്റ്വീൻ ആനോഡ് ആൻഡ് കാഥോഡ് ഡ്യൂറിങ് ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ്. ഓക്കെ, ലിഥിയം അയോൺസിന്റെ മൂവ്മെന്റ് ആണ് ഇവിടെ നടക്കുന്നത്. ലിഥിയം അയോൺസ് മൂവ് ചെയ്യാണ് ചാർജിങ് അല്ലെങ്കിൽ ഡിസ്ചാർജിങ് പ്രോസസ്സിലുള്ള ലിഥിയം അയോൺസിന്റെ മൂവ്മെന്റ് ആണ് ഇവിടെ നടക്കുന്നത്. ഒന്നെങ്കിൽ ആനോഡ് സൈഡിലേക്ക് അല്ലെങ്കിൽ കാഥോഡ് സൈഡിലേക്ക്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഉള്ളത് ലിഥിയം ഹാസ് ഹയർ നെഗറ്റീവ് വാല്യൂ ഫോർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ. ഇത് നിങ്ങൾ ഇലക്ട്രോകെമിക്കൽ സീരീസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഏറ്റവും താഴെയുള്ള എലമെന്റ് ആയിരിക്കും ലിഥിയം. അതാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്ന പോയിന്റ്. പിന്നെ ലോവർ അറ്റോമിക് മാസ് ആണല്ലോ, ഹൈഡ്രജൻ ഹീലിയം കഴിഞ്ഞാണ് ലിഥിയം വരുന്നത്. അപ്പോൾ ഇതിന്റെ ചാർജ് ബൈ മാസ് റേഷ്യോ എടുത്താലൊക്കെ നമുക്ക് ആ രീതിയിലാണ് കിട്ടുക. ഓക്കെ, അതൊന്നും നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്നില്ല. ജസ്റ്റ് ഇതിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഒരു പോയിന്റ് പോലെ പറയാണ്. മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് സ്മാർട്ട് ഫോൺസ്, ലാപ്ടോപ്സ്, ഹൈബ്രിഡ് ഇലക്ട്രിക് ആൻഡ് ഫുള്ളി ഇലക്ട്രിക് വെഹിക്കിൾസിലൊക്കെയാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇവിടെ ചെറിയൊരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ഇതൊരു ബ്ലോക്ക് ഡയഗ്രാം ആണ്. ഇത് നമുക്ക് എക്സാമിന് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളൊരു കാര്യം, ആനോഡ് കാഥോഡ് എന്നതിന് പകരം പോസിറ്റീവ് ഇലക്ട്രോഡ് നെഗറ്റീവ് ഇലക്ട്രോഡ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് എന്തുകൊണ്ടാണ് നമ്മൾ പറയും. അതുപോലെ ഇതിൽ ലിഥിയം അയോൺസിന്റെ മൂവ്മെന്റ് കാണിച്ചിട്ടുണ്ട്, ഇലക്ട്രോലൈറ്റ് കാണിച്ചിട്ടുണ്ട്, സെപ്പറേറ്റർ ഉണ്ട്, കറണ്ട് കളക്ടർ ഉണ്ട്, ഇതൊക്കെ ഇതിൻ്റെ അകത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അടുത്ത് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ. അപ്പോൾ ഇതൊരു ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആണ്, വാട്ട് ഈസ് ലിഥിയം അയോൺ സെൽ. നെക്സ്റ്റ് നമ്മൾ കൺസ്ട്രക്ഷൻ. ഇപ്പോൾ എക്സാമിന് ചോദിക്കുക കൺസ്ട്രക്ഷനും വർക്കിങ്ങും അഡ്വാൻറ്റേജസും ആണ്. അപ്പോൾ കൺസ്ട്രക്ഷൻ ആണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരു ഡയഗ്രാം നിങ്ങൾ കൺസ്ട്രക്ഷനിൽ വരച്ചു കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഓരോന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് പോസിറ്റീവ് ഇലക്ട്രോഡ് ആണ്. പോസിറ്റീവ് ഇലക്ട്രോഡ് ആയിട്ട് നമ്മൾ ആനോഡ് എന്ന് പറയുന്നതും കറക്റ്റ് തന്നെയാണ്, കറക്റ്റ് അല്ല എന്നല്ല, പക്ഷെ കുറച്ചുകൂടി കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഇലക്ട്രോഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ലിഥിയം കൊബാൾട്ട് ഓക്സൈഡ് ആണ്, LiCoO2. വേറെയും ഒരുപാട് ആനോഡിക് മെറ്റീരിയൽ ഉണ്ട്, പക്ഷെ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇതാണ്. അതുപോലെ എന്തുകൊണ്ടാണ് ലിഥിയം കൊബാൾട്ട് ഓക്സൈഡ് യൂസ് ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ സ്ട്രക്ചർ ഒക്കെ അതിനൊരു റീസൺ ആണ്. പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ടുള്ള ലിഥിയം മൂവ്മെന്റ്സ് ഒക്കെ ഇവിടെ പോസിബിൾ ആണ്. ഇനിയിപ്പോൾ ഇവിടെ ഞാൻ സൈഡ് കൊടുത്തിട്ടുള്ളത് ഈ LiCoO2ന്റെ സ്ട്രക്ചർ ആണ് കേട്ടോ. ഇതൊന്നും നമുക്ക് എക്സാമിന് ആവശ്യമില്ല, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൊടുത്തതാണ്. Crystal contains both Li ions and CO3+ ions occupying the voids of the oxide ray. ഇത് ടെക്സ്റ്റിൽ പറയുന്ന ഒരു പോയിന്റ് ആണ്. ആ പോയിന്റ് ഞാനിവിടെ കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് ഡൗട്ട് വരാതിരിക്കാൻ. ഇത് ബേസിക്കലി LiCoO2ന്റെ സ്ട്രക്ചർ ആണത്. LiCoO2ന്റെ സ്ട്രക്ചർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആവശ്യമില്ല, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്സൈഡ്സിന്റെ ഇടയിലായിട്ടാണ് ലിഥിയം കൊബാൾട്ടും അറേഞ്ച് ചെയ്തിട്ടുള്ളത്, മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോൾ ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ. ഓക്കെ, സിമ്പിൾ ആയിട്ട് അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. അത് നെഗറ്റീവ് ഇലക്ട്രോഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്, ഗ്രാഫൈറ്റ്. ഗ്രാഫൈറ്റിന്റെയും സ്ട്രക്ചർ നിങ്ങൾ നോക്കിയാൽ ഷീറ്റ് ലൈക്ക് സ്ട്രക്ചർ അല്ല, ലെയേർഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. അതുകൊണ്ടാണ് ഗ്രാഫൈറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വേറെയും മെറ്റീരിയൽസ് ഉണ്ട്, പക്ഷേ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഗ്രാഫൈറ്റ് ആണ്. പിന്നെ ഇവിടെ ഇലക്ട്രോലൈറ്റിന് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇലക്ട്രോലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൊല്യൂഷൻ ഓഫ് ലിഥിയം സാൾട്ട് ആണ്. ലിഥിയം സാൾട്ട് എന്ന് പറയുമ്പം കുറേ ഓപ്ഷൻസ് നമുക്കുണ്ട്. എന്തൊക്കെയാണ് ഓപ്ഷൻസ്? ലിഥിയം PF6, ഇത് ഒന്ന് രണ്ട് പേര് ഓർത്ത് വെച്ചാൽ നല്ലതാണ്. ലിഥിയം BF4 അല്ലെങ്കിൽ LiClO4. ഇതൊക്കെ എന്താണ്, ലിഥിയം സാൾട്ടുകളാണ്. ലിഥിയം സാൾട്ട് സൊല്യൂഷൻ ആയിട്ട്. അപ്പൊ ലിഥിയം സാൾട്ടിന്റെ കൂടെ എന്തുകൂടെ വേണം, ഏതെങ്കിലും ഒരു ഓർഗാനിക് സോൾവെന്റ് കൂടെ വേണം. ലിഥിയം സാൾട്ട് ഇൻ എൻ ഓർഗാനിക് സോൾവെന്റ്. ഓർഗാനിക് സോൾവെന്റ് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്തായിരിക്കണം, ഈതർ ആയിരിക്കണം അല്ലെ. ഈതർ ഒരു ഓർഗാനിക് കോമ്പൗണ്ട് അല്ല, അപ്പൊ ഈതർ നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു പോളിമർ യൂസ് ചെയ്യാം. പോളിമർ എന്ന് പറയുമ്പം സോളിഡ് ഫേസിലുള്ള പോളിമർ, സോളിഡ് ഫേസ്
പോളിമറുകൾ ഏതെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അത് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇതിന് യൂസ് ചെയ്യുന്നതാണ് പോളിമർ. നമുക്ക് ഇതർ തന്നെ കോമൺ ആയിട്ട് യൂസ് ചെയ്യാം, കുഴപ്പമില്ല. ഇനി ഇലക്ട്രോലിറ്റിക് സെപ്പറേറ്റർ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു സെപ്പറേറ്റർ ഈ സെൻറ്ററിൽ കൊടുത്തിട്ടുണ്ട്. സെപ്പറേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ അതിന് എന്താണ് ആനോഡിനെയും കാഥോഡിനെയും ജസ്റ്റ് ഒന്ന് സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു കമ്പാർട്ട്മെന്റ് ആണ്. ഒരു സോളിഡ് ഇലക്ട്രോലൈറ്റ് സെപ്പറേറ്റർ, സോളിഡ് ആയിട്ടാണ് ഉണ്ടാവുക. സോളിഡ് ഇലക്ട്രോലൈറ്റ് സെപ്പറേറ്റർ ആണ്. സെപ്പറേറ്റ്സ് എന്താണ് ആനോഡ് ആൻഡ് കാഥോഡ് കമ്പാർട്ട്മെന്റ്സ്. നമ്മുടെ കൺസ്ട്രക്ഷൻ ഇത്രയേ ഉള്ളൂ കേട്ടോ, ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഡയഗ്രാം വരക്കുക, ഈ 4 കാര്യം പറഞ്ഞാൽ നമ്മുടെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞാൽ. നിങ്ങൾ കുറച്ച് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് പറഞ്ഞാൽ മതി. ഈ ലെയേർഡ് സ്ട്രക്ചറും കാര്യങ്ങളൊന്നും ആവശ്യമില്ല കേട്ടോ, ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ മനസ്സിലാക്കാൻ വേണ്ടി. കാരണം ഈ ഒരു പോയിന്റ് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് കൊണ്ട്. നമുക്ക് ഡയറക്റ്റ് വർക്കിങ്ങിലേക്ക് പോകാം. വർക്കിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്. നമുക്ക് ഇവിടെ തൊട്ടാണ് നമുക്ക് കൺഫ്യൂഷൻ തുടങ്ങുക ചില കുട്ടികൾക്ക്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. അപ്പം നിങ്ങൾ ആലോചിക്കേണ്ടത്, നമ്മളൊരു ഫോൺ ചാർജ് ചെയ്യാൻ വെച്ചു, അപ്പോൾ അവിടെ എന്താണ് നടക്കുക? ഉറപ്പായിട്ടും അവിടെ നടക്കുന്നത് ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജി ആയിട്ട് ഫോണിൽ സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുക, അല്ലെ? അതായത് ഇങ്ങനെയുള്ള സെല്ലിനെ നമ്മൾ വിളിക്കുന്നത്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇലക്ട്രോലിറ്റിക് സെൽ എന്നാണ്. ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജി ആവുന്നു. ഇങ്ങനെയുള്ള സെല്ലുകളിൽ ആനോഡ് പോസിറ്റീവും കാഥോഡ് നെഗറ്റീവും ആണെന്ന് ആലോചിക്കുക. എന്താണ് ആനോഡ് പോസിറ്റീവ്, കാഥോഡ് നെഗറ്റീവ് ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ. പക്ഷെ നമ്മൾ പണ്ട് മുതലേ പഠിച്ച കാര്യമാണ്, ആനോഡിൽ ഓക്സിഡേഷനേ നടക്കുള്ളൂ, കാഥോഡിൽ റിഡക്ഷൻ നടക്കുള്ളൂ. അതങ്ങനെ തന്നെയാണ്, ആനോഡ് ഓക്സിഡേഷൻ കാഥോഡ് റിഡക്ഷൻ. ഈ ഒരു പോയിന്റ് മനസ്സിലുണ്ടായാൽ മതി. ഓക്കെ. ഇനി ഈ ഫിഗർ നിങ്ങൾ നോക്കുകയാണെങ്കിലും സിമ്പിൾ ആണ്. എന്താണ് പോസിറ്റീവ് ആയിട്ടുള്ള ആനോഡ്, അതെ, നെഗറ്റീവ് ആയിട്ടുള്ള കാഥോഡ് ഉണ്ട്. നമ്മൾ അതെന്താണ് ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ലിഥിയത്തിന്റെ മൂവ്മെന്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇക്വേഷനിലേക്ക് പോയിട്ട് ഇതിലേക്ക് വരാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇക്വേഷൻ നോക്കാം. ചാർജിങ്ങിൽ ഞാൻ ആദ്യം പറയാൻ പോകുന്നത് ആനോഡ് തന്നെ ആയിക്കോട്ടെ, അല്ലെ? ചാർജിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോലൈറ്റിക് സെല്ലാണെന്ന് ആലോചിക്കുക. അപ്പൊ ഞാൻ ആനോഡിന്റെ റിയാക്ഷൻ ആദ്യം പറയാം. ആനോഡ് പോസിറ്റീവ് എന്ന് ഞാനിവിടെ എഴുതുന്നുണ്ട്, പോസിറ്റീവ് ടെർമിനൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ആനോഡിക് മെറ്റീരിയൽ ആയിട്ട് ഇതാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതിന്റെ ഓക്സിഡേഷൻ ആണ് കാണിക്കേണ്ടത്. LiCOO2ന്റെ ഓക്സിഡേഷൻ നിങ്ങൾ കാണിച്ചു കൊടുക്കുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് LiCOO2 ഓക്സിഡൈസ് ചെയ്യുമ്പോൾ XLi പ്ലസ് X ഇലക്ട്രോൺ പ്ലസ്, അതായത് എന്താണ് എക്സ് എന്ന് പറയുന്നത്? അതായത് ഞാനിവിടെ എടുത്തിരിക്കുന്ന ലിഥിയം എന്ന് പറയുന്നത് ഒരിക്കലും കംപ്ലീറ്റ് ആയിട്ട് ഓക്സിഡൈസ് ചെയ്ത് പോകുന്നില്ല. എക്സ് എന്ന് പറയുന്നത് <1 മോൾ ആണ്. ഓൾമോസ്റ്റ് നമുക്ക് പറയാം ഒരു 0.9 എന്ന് പറയാൻ വേണമെങ്കിൽ, അല്ലെ? അല്ലെങ്കിൽ 90% ലിഥിയം മാത്രമേ ഓക്സിഡേഷൻ നടന്നിട്ട് Li പ്ലസ് ആയിട്ട് മാറുന്നുള്ളൂ. അതാണ് ഈ പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ XLi പ്ലസ് ഞാൻ അവിടെ കൊടുത്ത് അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ ഇവിടെ വേറെ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. XLi പ്ലസ് എക്സ് ഇലക്ട്രോൺ. അപ്പോൾ ഇവിടെ ബാക്കി ഉണ്ടാവും എന്താണ്? ഇവിടെ 1 ആണ് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. ഓക്കെ, അപ്പൊ അതിൻ്റെ അകത്ത് നിന്ന് എക്സ് പോയി കഴിഞ്ഞാൽ Li1 - XCOO2 ആണ് ഇവിടെ ബാക്കി ഉണ്ടാവുക. ഓക്കെ, ഇത് മാറിപ്പോവരുത് കേട്ടോ. ഇതാണ് ബാക്കി ഉണ്ടാവുക. ഇതാണ് റിയാക്ഷൻ, പിന്നെ ഓക്സിഡേഷന്റെ. ഇനി അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഇവിടെ നമുക്ക് വേണമെങ്കിൽ പറയാം, ഇവിടെ ബാക്കി ഉണ്ടാവുന്ന ഈ ഒരു സ്ട്രക്ചറിൽ കൊബാൾട്ട് ഓക്സിഡൈസ് ചെയ്ത് CO4+ ആയി ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യും ആ സിസ്റ്റത്തിൽ, ബിക്കോസ് Li+ നഷ്ടപ്പെടുന്നതുകൊണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് അതൊന്നും പറയേണ്ട ആവശ്യമില്ല, ജസ്റ്റ് നിങ്ങൾ ഓക്സിഡേഷന്റെ റിയാക്ഷൻ പറയാം. അപ്പൊ ഇവിടെ ലിഥിയം മൂവ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ലിഥിയം ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നത്, ഇവിടുന്ന് ഈ ഒരു റിയാക്ഷൻ നടന്നിട്ടുണ്ടാവുന്ന ഈ ലിഥിയം ആണ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് കാഥോഡിന്റെ റിയാക്ഷൻ ആണ്. കാഥോഡിന് എഴുതുക. കാഥോഡ് നെഗറ്റീവ് ടെർമിനൽ ആണ്, അത് ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്, നെഗറ്റീവ് ടെർമിനലിന്. ഇനി നമുക്കറിയാം കാഥോഡ് എന്ന് പറയുന്നത് അവിടെ ആരാ ഉള്ളത്? ഗ്രാഫൈറ്റ്, Cg എന്ന് പറഞ്ഞാൽ ഗ്രാഫൈറ്റ്. അപ്പൊ ഗ്രാഫൈറ്റ് എന്താ ചെയ്യുക? വരുന്ന Li+നെ റിസീവ് ചെയ്ത്, അല്ലെ? റിസീവ് ചെയ്തിട്ട് കമ്പയർ ചെയ്യുമ്പോൾ Cg പ്ലസ് XLi പ്ലസ് ഇലക്ട്രോണും പോകുന്നുണ്ട്. അപ്പം LiX ലിഥിയേറ്റഡ് ഗ്രാഫൈറ്റ്. ഇതിന് പറയുന്നത് എന്താണ്? ലിഥിയേറ്റഡ് ഗ്രാഫൈറ്റ്. ലിഥിയേറ്റഡ് ഗ്രാഫൈറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്
ഇപ്പൊ ഗ്രാഫൈറ്റിന്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ് അല്ലെ, ഒരു ഹെക്സഗൺ ഇങ്ങനെയുള്ളൊരു ഇതാണ്. അപ്പൊ ഇതിന്റെ ഇടയിൽ ഒക്കെ കാർബൺ ഉണ്ട്. അപ്പൊ ഇതിന്റെ ഇടയിൽ പോയിട്ടാണ് ഈ എന്ത് ചെയ്യുക, ഈ ലിഥിയം പോയിട്ട് നിൽക്കുക ഇതിന്റെ ഇടയിൽ. ഇതാണ് ലിഥിയേറ്റഡ് ഗ്രാഫൈറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചർ. ഓക്കെ, അപ്പൊ നമ്മൾ രണ്ട് റിയാക്ഷനും പഠിച്ചില്ലേ, ഓക്സിഡേഷനും പറഞ്ഞു റിഡക്ഷനും പറഞ്ഞു. ഇനി ഇവിടെ നമുക്കൊരു പോയിന്റുകളുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ലിഥിയം അയോൺ ബാറ്ററിന്റെ കേസിൽ എക്സ് എന്ന് പറഞ്ഞൊരു കാര്യം ഇവിടെ പറഞ്ഞില്ലേ. അപ്പം സപ്പോസ് എക്സ് ഈക്വൽ ടു 1 മോളാന്ന് വിചാരിക്കുക. ഈ സിറ്റുവേഷൻ എപ്പോഴാണ് വരിക, അതായത് കംപ്ലീറ്റ് ആയിട്ട് എല്ലാ ലിഥിയവും ഇങ്ങോട്ടേക്ക് കംപ്ലീറ്റ് ലിഥിയവും ഓക്സിഡേഷൻ നടന്ന് ട്രാൻസ്ഫർ ചെയ്തു തരും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ല. എന്നാൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നാൽ എന്താ സംഭവിക്കുക, അതായത് എക്സ് ഈക്വൽ ടു 1 മോൾ ലെസ് ദാൻ അല്ല, 1 മോൾ എന്ന് പറഞ്ഞാൽ 100% ലിഥിയവും ട്രാൻസ്ഫർ ചെയ്തു പോയി, ഓക്സിഡേഷൻ ചെയ്ത് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തു പോയി കാഥോഡിലേക്ക്. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എന്താ നടക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, Li 1 - x COO2 ആയിരുന്നു നേരത്തെ പറഞ്ഞ സിറ്റുവേഷൻ. അതിന് പകരം Li 1 - 1 എക്സിനെ റീപ്ലേസ് ചെയ്തു, ഇങ്ങനെ വരും. ഓക്കെ, അപ്പൊ ആ സിറ്റുവേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം. ബാക്കി ഉണ്ടാവുക ലിഥിയം ഉണ്ടാവോ? ഇല്ല, ലിഥിയം അവിടെ ഉണ്ടാവില്ല. ബാക്കി ഉണ്ടാവുക കൊബാൾട്ട് ഓക്സൈഡ് ആണ്. ഇങ്ങനത്തെ പ്രൊഡക്റ്റ് അവിടെ ഉണ്ടാവും. ഇവിടെ ആനോഡിക് പാർട്ടിൽ ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവും. അപ്പൊ ഇതിന്റെ പ്രശ്നം, ഇത് ഡീകമ്പോസ് ചെയ്താൽ ഓക്സിജൻ ഗ്യാസ് അവിടെ ഇവോൾവ് ചെയ്യും. ഓക്സിജൻ ഗ്യാസ് വന്നാൽ ലിബറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുക എക്സ്പ്ലോഷൻ ആണ്. എക്സ്പ്ലോഷൻ നടക്കും. എക്സ്പ്ലോഷൻ നടന്നു കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള പ്രശ്നം ആ സെല്ലിനുണ്ടാവും. പക്ഷെ ഓൾറെഡി നമ്മുടെ സെൽ എന്താണ്, ഇതൊക്കെ മുൻകൂട്ടി കണ്ടിട്ട് നമുക്ക് ആ രീതിയിലുള്ള സർക്യൂട്ട് ബ്രേക്കേഴ്സിൻ്റെ അകത്തുണ്ട്. ഒരിക്കലും 90% മുകളിലോട്ടേക്ക് ചാർജ് അലൗ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ സേഫ് ആണ് ലിഥിയം അയൺ ബാറ്ററി. ഓൾറെഡി ഓട്ടോമാറ്റിക് ആയിട്ട് സ്റ്റോപ്പ് ആവും. പക്ഷെ എന്നാൽ ഒരുപാട് കാലമൊക്കെ നമ്മൾ തീരെ നമുക്ക് ശ്രദ്ധിക്കാണ്ടൊക്കെ നമ്മൾ ബാറ്ററിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓവർനൈറ്റൊക്കെ ചാർജ് ചെയ്ത് നമ്മുടെ മൊബൈലൊക്കെ പോകുന്നുണ്ടല്ലോ ബാറ്ററി. അപ്പൊ അതാണ് അവിടെ നടക്കുന്നത്. എക്സ്പ്ലോഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, ബാറ്ററി ഒക്കെ പൊട്ടിത്തെറിക്കുന്നു ഫോണിന്റെ. അപ്പൊ ഇതൊക്കെ അതിന്റെ റീസൺ ആണ്. പക്ഷെ ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ ഒരു സിസ്റ്റം ഉണ്ട്, ഓൾറെഡി ഇൻബിൽറ്റ് സിസ്റ്റം ഉണ്ട്, ബ്രേക്കേഴ്സ് ഉണ്ട്, അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി. പക്ഷെ ഈ ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ട് എപ്പോഴും ആലോചിക്കുക. അത് എക്സാമിന് വരുന്ന എക്സാം പോയിന്റ് ആണ് കേട്ടോ, ഈ 100% ചാർജിങ്ങിന്റെ. ഡിസ്ചാർജിങ്ങിലൊക്കെ പോവാം. ഡിസ്ചാർജിങ് എന്ന് പറയുമ്പം ഫോൺ നമ്മൾ ചാർജിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നടക്കുന്ന പ്രോസസ്സ് ഇലക്ട്രോ കെമിക്കൽ സെല്ലായിട്ടാണ് അവിടെ ആക്ട് ചെയ്യുക. ഇലക്ട്രോ കെമിക്കൽ സെല്ല്, ഇപ്പോൾ കെമിക്കൽ എനർജി കൺവേർട്ടഡ് ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജിയാണ് നടക്കുക. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ആനോഡ് നെഗറ്റീവ് ടെർമിനലാണ്, നേരത്തെ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റ്. കാഥോഡ് പോസിറ്റീവ് ടെർമിനലാണ്. അപ്പോൾ നേരെ നമുക്ക് ചേഞ്ച് ആയി. അപ്പോൾ ചേഞ്ച് ആയി കഴിഞ്ഞാലും ഓൾറെഡി നമുക്ക് അറിയുന്ന കാര്യം ഇവിടെ സെയിം തന്നെയാണ്. ആനോഡിൽ ഓക്സിഡേഷൻ, കാഥോഡിൽ റിഡക്ഷൻ. അത് മാറുന്നില്ല, അതെപ്പോഴും ആലോചിക്കുക. പക്ഷേ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട്. കാരണം സെല്ല് കംപ്ലീറ്റ് മാറി, ഇലക്ട്രോ കെമിക്കൽ സെല്ലായി മാറി, ഗാൽവാനിക് സെല്ല് പോലത്തെ സെല്ലായി മാറി. അപ്പൊ ഇവിടെ നമ്മൾ റിയാക്ഷൻ പഠിക്കുമ്പോൾ വീണ്ടും നമ്മൾ ഫിഗറിൽ വന്ന മാറ്റം എന്താണ്, പോസിറ്റീവിൽ കാഥോഡ് വന്നു, നെഗറ്റീവിൽ ആനോഡ് വന്നു. ഓക്കെ, കാരണം സെല്ലേ മാറിപ്പോയി, അവിടെ സെല്ലിന്റെ ആ ഒരു ഇത് മാറിപ്പോയി, ഇലക്ട്രോ കെമിക്കൽ സെല്ലായിട്ട് ആക്ട് ചെയ്തു. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിത് പഠിക്കുന്ന സമയത്ത് എങ്ങനെ പഠിക്കാം, ആനോഡ് ആദ്യം ചെയ്താൽ നമുക്ക് ആനോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നെഗറ്റീവ് ടെർമിനലാണ്. ഓക്കെ, പക്ഷെ ആനോഡിൽ നമുക്ക് ഓൾറെഡി അറിയാം, നേരത്തെ തന്നെ ഇവിടെ ആര് വന്ന് നിൽക്കുന്നുണ്ട്, ലിഥിയേറ്റഡ് ഗ്രാഫൈറ്റ് ഫോം ചെയ്ത് നിന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഓക്സിഡേഷൻ എഴുതി കൊടുത്താൽ പോരെ, ഓക്സിഡേഷനിൽ ആനോഡിൽ നടക്കുക. അപ്പോൾ നേരത്തെ കണ്ട ലിഥിയേറ്റഡ് ഗ്രാഫൈറ്റിന്റെ ഓക്സിഡേഷൻ എഴുതി കൊടുക്കുക. എക്സ് Li പ്ലസ് എക്സ് ഇലക്ട്രോൺ പ്ലസ് Cg. ഇതാണ് ആനോഡിലെ റിയാക്ഷൻ. കാഥോഡിൽ എന്താ നടക്കുക, കാഥോഡിൽ ആരാ ബാക്കിയുള്ളത്, ഐ മീൻ പോസിറ്റീവ് ഈ സൈഡിൽ ആരാ ബാക്കി ഉണ്ടായ, Li 1 - x COO2 അല്ല നേരത്തെ റിയാക്ഷനിൽ ബാക്കി ഉണ്ടായത്. അപ്പൊ അത് വെച്ചിട്ടാണ് കാഥോഡിന്റെ റിയാക്ഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. കാഥോഡ് പോസിറ്റീവ് ആണ്, അതൊന്നും മൈൻഡ് ചെയ്യേണ്ട, അതവിടെ എഴുതിയാൽ മതി. അപ്പൊ അവിടെ നമ്മൾ റിഡക്ഷൻ നടക്കുന്നത്. അപ്പോൾ Li 1 - x COO2 പ്ലസ് ഇവിടുന്ന് ലിഥിയം ഇങ്ങോട്ടേക്ക് വന്നു. അപ്പൊ അതിന് റിസീവ് ചെയ്ത് Li പ്ലസ് എക്സ് ഇലക്ട്രോൺ വീണ്ടും എന്തായിട്ട് മാറി, LiCOO2 ആയിട്ട് അവിടെ മാറി. അപ്പൊ ഈ റിയാക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇതിൽ ഡൗട്ടൊന്നും ഇല്ലല്ലോ. ഈ ഒരു ഫിഗർ കറക്റ്റായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. ഇവിടെ ഇലക്ട്രോണിന്റെ ഡയറക്ഷൻ ഒക്കെ ഉണ്ട്. ഇലക്ട്രോൺ ഇങ്ങോട്ട് പോകുമ്പോൾ കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകും. നേരത്തെ ഫിഗറിൽ ഇലക്ട്രോൺ ഇങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, അപ്പോൾ കറണ്ടിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണ്. അതൊന്നും മെൻഷൻ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ബാക്കി പോസിറ്റീവ് നെഗറ്റീവ് ഇലക്ട്രോഡ് കാര്യങ്ങൾ മെൻഷൻ ചെയ്യാം. ഓക്കെ,
അപ്പം അടുത്ത പോയിന്റ്, മെയിനായിട്ടുള്ള പോയിന്റ് കഴിഞ്ഞു വർക്കിംഗ്. ഇനിയുള്ളത് ആനോഡിക് മെറ്റീരിയലിനെ കുറിച്ചിട്ടാണ്. ആനോഡിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്, ഇവിടെ കുറച്ച് പോയിന്റുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ആനോഡിക് മെറ്റീരിയൽ LiCO2, LiFePO4, LiNiO2, ഇതൊക്കെ നമുക്ക് ആനോഡിക് മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യാം. അതിൽ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കൊബാൾട്ട് ഓക്സൈഡ് തന്നെയാണ്. അതിന്റെ EMF വാല്യൂ 3.7 വോൾട്ട് ആണ്. പിന്നെ ഹൈ എനർജി ഡെൻസിറ്റി റേഷ്യോ നമ്മൾ നേരത്തെ പറഞ്ഞു, സൈക്ലിക് ലൈഫ് കൂടുതലുണ്ട്. അതുപോലെ ഇവിടെ ഒരു ഡിസഡ്വാൻറ്റേജ് അല്ല, ഒരു ലിമിറ്റേഷൻ എന്നുള്ള രീതിയിൽ പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ഫോർ മേക്കിംഗ് ലാർജ് സൈസ് ബാറ്ററീസ്. അപ്പം അത് നിങ്ങളൊരു കോമൺ സെൻസ് ചിന്തിച്ച് നോക്ക്. അതായത് ഇപ്പോൾ ലിഥിയം അയോൺ സെല്ല് COO2 വെച്ചിട്ടുള്ള സെല്ലുകൾ വലിയ സൈസിൽ ഉണ്ടാക്കിയാൽ എക്സ്പ്ലോഷന്റെ എഫക്റ്റും അവിടെ കൂടും അല്ലേ. അപ്പോൾ അത് നമുക്ക് വലിയൊരു പ്രശ്നമായതുകൊണ്ട് തന്നെ നമുക്ക് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി, അതായത് വെഹിക്കിൾസിലൊന്നും നമ്മൾ ഒരിക്കലും ലിഥിയം അയോണിന്റെ കോമ്പിനേഷനിൽ LiCO2 അല്ല ആനോഡിക് മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യും. അതിന് പകരം യൂസ് ചെയ്യുന്ന ആളാണ് ലിഥിയം അയോൺ ഫോസ്ഫേറ്റ്. നിങ്ങൾക്ക് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും LFP ബാറ്ററീസ് എന്ന് കേട്ടിട്ടുണ്ടാവും, ലിഥിയം അയോൺ ഫോസ്ഫേറ്റ്. അപ്പം ലിഥിയം അയോൺ ഫോസ്ഫേറ്റ് പ്രത്യേകത ലാർജ് സൈസ് ആണ്, സേഫ് ആണ്, തെർമലി സ്റ്റേബിൾ ആണ്, ഓവർ ഹീറ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്, ചീപ്പറാണ്, മോർ സസ്റ്റൈനബിൾ. അതായത് നമ്മൾ കാറിലൊക്കെ യൂസ് ചെയ്യുന്നത് LFP ബാറ്ററീസ് ആണ്. ഓക്കെ, ലിഥിയം അയോണിന്റെ തന്നെ വേറൊരു വേരിയേഷൻ. അപ്പം ഇവിടെ എനർജി ഡെൻസിറ്റി എന്നൊക്കെ വരുന്ന സമയത്ത് ഡൗട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. എനർജി ഡെൻസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എമൗണ്ട് ഓഫ് എനർജി സ്റ്റോർഡ് ഇൻ എ സിസ്റ്റം. അത് കൂടുതലാണ് നമ്മുടെ ലിഥിയം അയോൺ ബാറ്ററീസിന്. എനർജി ഡെൻസിറ്റി എന്ന് പറഞ്ഞ ടേം എന്താണെന്നാണ്, എമൗണ്ട് ഓഫ് എനർജി സ്റ്റോർഡ് ഇൻ എ ഗിവൺ സിസ്റ്റം. അപ്പോൾ ഇത് ഇപ്പോൾ ഈ ഒരു പോയിന്റ് ഒരു എക്സ്ട്രാ പോയിന്റ് ആണ് കേട്ടോ, LiFePO4ൻ്റെത്. ഇത് ജസ്റ്റ് നമ്മൾ ആനോഡിക് മെറ്റീരിയലിന്റെ പ്രത്യേകതകൾ പറഞ്ഞാണ്. ഇനി കാഥോഡിക് മെറ്റീരിയലിനും ഉണ്ട് ഇതേപോലെ സ്പെഷ്യാലിറ്റീസ്. കാഥോഡിക് മെറ്റീരിയൽ ആയിട്ട് നമ്മൾ പോപ്പുലറായിട്ട് യൂസ് ചെയ്യുന്ന ഗ്രാഫൈറ്റ് ആണ്. ഗ്രാഫൈറ്റിന്റെ സ്ട്രക്ചർ കണ്ടല്ലോ, ലെയേർഡ് സ്ട്രക്ചർ ആണ്. എവറി 6 കാർബൺ ആറ്റം ഇൻ ഗ്രാഫൈറ്റ് ക്യാൻ അക്കോമഡേറ്റ് ലിഥിയം ആറ്റം. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്താണ്? ലിഥിയേറ്റഡ് ഗ്രാഫൈറ്റ്. ലിഥിയേറ്റഡ് ഗ്രാഫൈറ്റിന്റെ സ്ട്രക്ചർ. ഗ്രാഫൈറ്റ്, ഇത് ഗ്രാഫൈറ്റിന്റെ ലെയർ ആണ്. ഗ്രാഫൈറ്റ് ലെയറിന്റെ ഇടയിൽ ആര് പോയി നിൽക്കും? ലിഥിയത്തിന്റെ ആറ്റംസ് പോയി നിൽക്കുമ്പോൾ നമുക്ക് ലിഥിയേറ്റഡ് ഗ്രാഫൈറ്റ് കിട്ടും. അപ്പോൾ ഒരിക്കലും ഒരു എന്താ പറയുന്നത്, ലിഥിയേറ്റഡ് ഗ്രാഫൈറ്റിൽ ഒരിക്കലും Li അയോൺസ് ആയിട്ട് നിൽക്കൂല, കമ്പൈൻഡ് ആയിട്ടാണ് എപ്പോഴും ഉണ്ടാവുക. ഓക്കെ, ഇനി അഡ്വാൻറ്റേജസ് ഓഫ് ലിഥിയം അയോൺ സെല്ലാണ്. ജസ്റ്റ് നമുക്ക് എന്തൊക്കെ അറിയാം? ചാർജ് ഫാസ്റ്റർ, ഗുഡ് സൈക്കിൾ ലൈഫ് അല്ലേ? ചാർജ് ഫാസ്റ്റർ, ഗുഡ് സൈക്കിൾ ലൈഫ്, ഹൈ എനർജി ഡെൻസിറ്റി ഇപ്പോൾ പറഞ്ഞു, ലൈറ്റ് വെയിറ്റ് ആണ്, ലാസ്റ്റ് ലോങ്ങർ, കുറെ നിൽക്കും, ലോ സെൽഫ് ഡിസ്ചാർജ് റേറ്റ്. എന്താണ് സെൽഫ് ഡിസ്ചാർജ് റേറ്റ്? ഇതറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. സെൽഫ് ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ ദേ ക്യാൻ ഹോൾഡ് ദ ചാർജ് ഫോർ ലോങ് പീരിയഡ് ഓഫ് ടൈം. ഓക്കെ, പെട്ടെന്ന് ചാർജ് ഇങ്ങനെ ഡിസിപ്പേറ്റ് ചെയ്ത് പോവില്ല, കുറെ ടൈമിലൊക്കെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും. അതാണ് സെൽഫ് ഡിസ്ചാർജ് എന്ന് പറയുന്നത്. എന്നിരുന്നാലും നമ്മുടെ ലിഥിയം അയോൺ സെല്ലിന് എന്തുണ്ടോ, ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. റീസൈക്കിൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, എക്സ്പെൻസീവ് ആണ്, ലിമിറ്റഡ് ലൈഫ് സ്പാൻ ആണ്, 2 to 3 years. കമ്പയർഡ് ടു നമ്മുടെ നോർമൽ ബാറ്ററീസ് ലൈഫ് സ്പാൻ ഉണ്ട്, പക്ഷെ നമുക്കറിയാമല്ലോ ബാറ്ററിയൊക്കെ, ഫോണിന്റെ ബാറ്ററി ഒക്കെ കുറെ കാലം കഴിഞ്ഞാൽ പ്രശ്നം വരും. ടെമ്പറേച്ചർ സെൻസിറ്റിവിറ്റി പ്രോബ്ലംസ് ഉണ്ട്, ഹീറ്റ് കൂടുമ്പോൾ പ്രശ്നം വരും ബാറ്ററീസിന്. ഫ്ലെയിമബിൾ ആണ് ലിഥിയം അയോൺ ബാറ്ററീസ്. അതുകൊണ്ട് തന്നെ ട്രാൻസ്പോർട്ടിനൊക്കെ ഒരുപാട് ലിമിറ്റേഷൻ ഉള്ള ബാറ്ററീസ് ആണ്. ഹ്യൂജ് ട്രാൻസ്പോർട്ടിനൊക്കെ ലിമിറ്റേഷൻ ഉള്ള ബാറ്ററീസ് ആണ് ലിഥിയം അയോൺ ബാറ്ററീസ്. ഓക്കെ, ഇനി ലാസ്റ്റ് പോയിന്റ് നമ്മൾ PYQs ഡിസ്കസ് ചെയ്യാണ്. അപ്പം മെയിനായിട്ട് ചോദിക്കുന്ന 2 ക്വസ്റ്റ്യൻസ്, ഇതുവരെ ചോദിച്ചിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ഇത് രണ്ടുമാണ്. ഇതിൽ കൂടുതലൊന്നും ലിഥിയം അയോൺ സെല്ലിന്റെ കേസ് ചോദിച്ചിട്ടില്ല. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പാർട്ട് എയിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. മനസ്സിലായല്ലോ എന്താ ഉദ്ദേശിച്ചെന്ന്? വൈ ഫുൾ ചാർജിങ് ഈസ് നോട്ട് അലൗഡ് ഇൻ ലിഥിയം അയോൺ സെൽ? എന്തുകൊണ്ടാണ് അലോ ചെയ്യാത്തത്? ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതുക. ഓൺ ചാർജിങ് നമുക്കറിയുന്ന റിയാക്ഷൻ എന്താണ്? ഓൺ ചാർജിങ് നമുക്കറിയാം LiCO2 ഓക്സിഡൈസ്ഡ് ടു ഫോം Li1 - X CO2 plus XLi plus X ഇലക്ട്രോൺ. അപ്പൊ ഈ ഒരു റിയാക്ഷനിൽ നമുക്കറിയാം ഫുൾ ചാർജിങ് മീൻസ് ഈ ഫുള്ളി ചാർജ് ദ സിറ്റുവേഷൻ. ഇപ്പൊ ഈ ഒരു സിറ്റുവേഷൻ X = <1 mol സിറ്റുവേഷൻ ആണ്. ദാറ്റ് മീൻസ് 0.9 X = 0.9 എന്ന് പറയുന്ന സിറ്റുവേഷൻ, 90% ചാർജ്. ഇതാണ് ഈ സിറ്റുവേഷൻ. നമ്മളോട് ചോദിച്ചാൽ ഫുള്ളി ചാർജ് സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ X = 1, ദാറ്റ് ഈസ് 100%
സിറ്റുവേഷൻ. ഇപ്പം ഇവിടെ നടക്കുക എന്താണ്? ഇവിടെ നടക്കുക Li 1 - 6 COO2 becomes എന്താണ്? Li 1 - 1 COO2. ദാറ്റ് മീൻസ് COO2 മാത്രമായിട്ട് മാറും. അത് ഡീകമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ there is a ഓക്സിജൻ ഗ്യാസ് എവല്യൂഷൻ നടക്കും. ഓക്സിജൻ ഗ്യാസ് അവിടെ ഫോം ചെയ്യും. ഓക്സിജൻ ഗ്യാസ് എക്സ്പ്ലോഷനിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ടാണ് ഫുൾ ചാർജ് അലോ ചെയ്യാത്തത്. ഓക്കെ, ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ബ്രേക്കേഴ്സ് നമ്മുടെ ലിഥിയം അയൺ ബാറ്ററീസിൽ ഉണ്ടെന്ന് വരെ പറഞ്ഞു കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ മാർക്ക് ഇടുക, റിയാക്ഷൻ മാർക്ക് ഉണ്ട്, എന്തുകൊണ്ടാണ് പറയുന്നതിന് മാർക്ക് ഉണ്ട്. അടുത്തത് 8 മാർക്കിൻ്റെ പാർട്ട് ബിയിൽ വന്ന ക്വസ്റ്റ്യൻ ആണ് കൺസ്ട്രക്ഷൻ വർക്കിംഗ്. ഇത് സിമ്പിൾ ആണ്. കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഫിഗർ വരക്കുക, ജസ്റ്റ് എന്തൊക്കെയാണ് ആനോഡ് കാഥോഡ് ഇലക്ട്രോലൈറ്റ് മെറ്റീരിയൽ, വർക്കിംഗ്, ചാർജിങ് ഡിസ്ചാർജിങ് പറഞ്ഞു കൊടുക്കുക. ഏതെങ്കിലും ആയിട്ടുണ്ട്. ഇത്ര എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 8 മാർക്ക് കിട്ടും കേട്ടോ. ഇത്രയുമാണ് ലിഥിയം അയൺ സെല്ലിൻ്റെ ക്ലാസ്. ഇത് ഷോർട്ട് ആക്കിയിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. നിങ്ങളത് ഒരു പേപ്പറിലേക്ക് എടുത്ത് എഴുതി കഴിഞ്ഞാൽ വളരെ കുറച്ച് പോയിന്റേ ഉള്ളൂ. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻ തന്നെയാണ് ഇതുവരെ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാം.